Hello, my dear students. I am dealing with the paper Corporate Regulation. Corporate Regulationൽ ഓൺ ദ ഹോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കമ്പനിയെക്കുറിച്ചാണ്. കമ്പനിയുടെ ഫോർമേഷൻ, അതിൻ്റെ ഇൻകോർപ്പറേഷൻ, രജിസ്ട്രേഷൻ, പ്രോസ്പെക്ടസ് കമ്പനിയുടെ, ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ അപ്പോയിൻമെൻറ്റ്, അവരുടെ റിട്ടയർമെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മാനേജ്മെൻറ്റ്, ദെൻ കമ്പനിയുടെ വൈൻഡിങ് അപ്പ്, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാൻ ആദ്യം കവർ ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കമ്പനി, ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, ഇല്ലീഗൽ അസോസിയേഷൻ, കോർപ്പറേറ്റ് വെയിൽ, പ്രോസ്പെക്ടസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഈ ഒരു സെക്ഷനിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് കമ്പനി, ഇറ്റ്സ് ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ്. Okay, why company? കമ്പനി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബിസിനസ് സ്ട്രക്ചറാണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ +1 +2 കൊമേഴ്സ് ആയിരുന്നുവെങ്കിൽ യു ഹാവ് സ്റ്റഡീഡ് വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, സോൾ പ്രൊപ്രൈറ്റർ, പാർട്ട്ണർഷിപ്പ്, സൊസൈറ്റി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആൻഡ് കമ്പനി. അതിൽ വൈ കമ്പനി എന്ന് ആദ്യമേ ഞാൻ ചോദിച്ചു. വൈ കമ്പനി എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി. ക്യാപിറ്റൽ ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർ ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഇവിടെ രണ്ടും ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ സോൾ പ്രൊപ്രൈറ്ററിൽ വൺ പേഴ്സൺ ആണ്. ഓക്കെ, വൺ പേഴ്സൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം ആ ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ആണ്. ആൻഡ് പാർട്ട്ണർഷിപ്പിൽ വരുമ്പം രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ, അപ്പോൾ അവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, സോൾ പ്രൊപ്രൈറ്ററിനേക്കാൾ കുറച്ചും കൂടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പാർട്ട്ണർഷിപ്പിൽ. പക്ഷേ അവിടെയും ക്യാപിറ്റലിൻ്റെ ഒരു ലിമിറ്റേഷൻ, ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവിടെ ലിമിറ്റഡ് ആയിരിക്കും. ബട്ട് വാട്ട്സ് എ ലയബിലിറ്റി? ലയബിലിറ്റി ഇവിടെ രണ്ടും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതായത് ദ പേഴ്സണൽ പ്രോപ്പർട്ടി വിൽ ബി യൂസ്ഡ് അറ്റ് ദ ടൈപ്പ് ഓഫ് വൈൻഡിങ് അപ്പ് സമയത്ത്, ഒരു ബിസിനസ്സിൻ്റെ വൈൻഡിങ് അപ്പ് സമയത്ത് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഓൾസോ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നഷ്ടം എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയും കൂടെ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ലോസ് എല്ലാം തന്നെ സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, സോ വൈ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ദാറ്റ് ഈസ് ഇത് ക്യാപിറ്റലും ലയബിലിറ്റിയും. കമ്പനി ഫോമിലേക്ക് വരുമ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് സ്വരുക്കൂട്ടാം. അതുപോലെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. ഇങ്ങനെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്ററിലും പാർട്ട്ണർഷിപ്പിലും ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. പക്ഷേ കമ്പനി ഫോമിലെന്ന് പറയുമ്പോൾ ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. സോൾ പ്രൊപ്രൈറ്ററിലും പാർട്ട്ണർഷിപ്പിലും ക്യാപിറ്റൽ എന്ന് പറയുന്നതും അവിടെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പക്ഷേ കമ്പനി ഫോമിലെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു കമ്പനിയിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വ്യക്തികൾ ചേർന്ന് ഒരു കമ്പനി ഫോം ചെയ്യാൻ തീരുമാനിക്കുന്നു. മെമ്പേഴ്സ് അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഷെയറുകൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പം അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ പറ്റും. ലയബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ലിമിറ്റിലാണ്. ദാറ്റ് ഈസ് വൈ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം മറ്റ് രണ്ട് ബിസിനസ് ഓർഗനൈസേഷനേക്കാളും കുറച്ചുകൂടെ മുൻതൂക്കം എന്തുകൊണ്ട് കമ്പനിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ എന്ന് ചോദിച്ചാൽ ദിസ് ഡ്യൂ ടു ദീസ് റീസൺസ്. ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി we can move on to the definition of company first. According to section 220 of Companies Act 2013, a company means a company formed and registered under this act or under any previous company law. Okay, we can interpret the terms in this definition. Okay, ഇവിടുത്തെ ഫസ്റ്റ് ടേം ഞാൻ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ പറയുന്നുണ്ട് അണ്ടർ ദിസ് ആക്ട്. എന്താണ് ആ ടേം? അണ്ടർ ദിസ് ആക്ട്. ദിസ് ആക്ട് എന്ന് പറയുമ്പം ലോ പ്രകാരം ദിസ് ആക്ട് എന്ന് പറയുമ്പം വാട്ട് എവർ ആക്ട് ഇൻ ഫോഴ്സ് ഇൻ ദ കൺട്രി റൈറ്റ് നൗ. ഇപ്പം ഏതാണോ പ്രിവൈൽ ചെയ്യുന്ന കമ്പനി ആക്ട് അതാണ് എന്ത് ഈ ദിസ് ആക്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം
ഇപ്പോൾ പ്രിവൈൽ ചെയ്യുന്ന ആക്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് 2013 ആണ്. അപ്പോൾ ദിസ് ആക്റ്റിൽ ഉദ്ദേശിക്കുന്ന ഏത് കമ്പനീസ് ആക്ടാണ്? 2013. ഓക്കെ, അപ്പോൾ അണ്ടർ ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾ. ഓക്കെ, ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. പ്രീവിയസ് കമ്പനി ലോ എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ഇതിന് മുമ്പുള്ള കമ്പനി ലോ. പ്രീവിയസ് കമ്പനി ലോ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പുള്ള കമ്പനി ലോ. ഇപ്പോൾ 2013 മുൻപുള്ള കമ്പനി ലോ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അപ്പോൾ ആ 1956 അമെൻഡ് ചെയ്താണ് ശരിക്കും 2013 കമ്പനി ലോ വന്നേക്കുന്നത്. അപ്പോൾ പ്രീവിയസ് എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ 1956 കമ്പനി ലോ മാത്രം. ഓക്കെ, അങ്ങനെ ആയിപ്പാണ്. പക്ഷേ അവരവിടെ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്, എനി പ്രീവിയസ് കമ്പനി ലോ. എനി എന്ന് വന്നതുകൊണ്ട് അപ്പം നമ്മുടെ 2013 മുൻപുള്ള ഏത് കമ്പനി ലോ വേണമെങ്കിലും ആകാം. പ്രീവിയസ് മാത്രമായിരുന്നെങ്കിൽ എന്തായി പോയേനെ, 1956 മാത്രമേ പെടത്തുള്ളായിരുന്നു. പക്ഷേ അവർ എന്ത് ടേമും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്, എനി എന്ന് പറയുന്നൊരു ടേമും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് മുൻപുള്ള ഏത് 2013 അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ എന്നാണ്. അപ്പം ഈ ആക്ടിന് മുൻപുള്ളത്, ഇപ്പോൾ 2013 മുൻപുള്ള ഏത് കമ്പനി ലോ വേണമെങ്കിലും ആകാം. അത് 1956 ആകാം, 1956 മുമ്പ് 1884 ഉണ്ടായിരുന്നു, അപ്പോൾ അതാകാം. അപ്പോൾ അത് പ്രകാരം ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസ്. ഓക്കെ, അപ്പോൾ 2013 മാത്രം ദിസ് ആക്ട് മാത്രമായിരുന്നെങ്കിൽ ഈ 2013 പ്രകാരമുള്ള കമ്പനീസ് മാത്രം പെട്ടാൻ, അല്ലെങ്കിൽ 2013 പ്രകാരം ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കമ്പനീസ് മാത്രം പെട്ടുപോയാന്. അപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി ചിന്തിച്ചാണ് അപ്പോൾ അതിന് മുമ്പുള്ള കമ്പനീസ് എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ എന്നും കൂടെ അവർ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം അതിന് മുമ്പ് ഏതൊക്കെ കമ്പനി ലോസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം എല്ലാം രജിസ്റ്റർ ചെയ്ത് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസും ഈ ഒരു സെക്ഷൻ പ്രകാരം എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കമ്പനിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 ടേമാണ് ഞാനിവിടെ ഇൻ്റർപ്രിറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ദിസ് ആക്ട് അക്കോർഡിംഗ് ടു ലോ whatever act in force in country right now and under any previous company law. അതിൽ any previous company law means whatever law before this, whatever companies act before this 2013 മുമ്പുള്ള ഏത് കമ്പനീസ് ആക്ട് വേണമെങ്കിലും ആകാം. ദാറ്റ് മേ ബി 1950s ആകാം, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള 1884 ആകാം, ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇനി 2 ടേംസ് ഇവിടെ പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ്. ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയാം. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും കമ്പനി ഒഫീഷ്യലി കമ്മിങ് ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് നിയമപ്രകാരം അത് നിലവിൽ വരുന്നു. ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ്, അല്ലെങ്കിൽ ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതായത് ഒരു കമ്പനി, നമുക്ക് ബർത്ത് ഉണ്ട്, നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മൾ ജനിക്കുന്നതിനൊരു ദിവസം, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, കുറച്ച് വ്യക്തികൾ ശ്രമിക്കണം ടു ഗെറ്റ് ഇറ്റ് ഇൻകോർപ്പറേറ്റഡ്. അതിനെ ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വ്യക്തികൾ അതിനു വേണ്ടി ശ്രമിച്ച് എന്ത് ചെയ്യണം, ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കണം. ദാറ്റ് ഈസ് ഒഫീഷ്യലി അതിനെ എക്സിസ്റ്റൻസിൽ കൊണ്ടുവരണം. അപ്പം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് കം ഇൻ ടു എക്സിസ്റ്റൻസ്, ഒഫീഷ്യലി കം ഇൻ ടു എക്സിസ്റ്റൻസിൽ വരുന്ന ദിവസം നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്ന ഡേയിൽ കമ്പനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ദാറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പറയുന്ന ദിവസം തൊട്ടായിരിക്കും എന്താ ഒരു കമ്പനി ഇറ്റ്സ് ഒഫീഷ്യലി കം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു ഡേറ്റ് പറയും, ആ ദിവസം തൊട്ടാണ് കമ്പനി ആക്ച്വലി ഇറ്റ്സ് കം ഇൻ ടു എക്സിസ്റ്റൻസ്, ഒഫീഷ്യലി കം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് എന്ന് പറയുമ്പം ഇൻകോർപ്പറേറ്റഡ് എന്നർത്ഥം. ഇൻകോർപ്പറേറ്റഡ് മീൻസ് കമ്പനി ഒഫീഷ്യലി ഗെറ്റ് ഇൻ ടു, അല്ലെങ്കിൽ ഒഫീഷ്യലി ഗെറ്റ് ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു ടേം കമ്പനി. കമ്പനിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് വ്യക്തികൾ ചേർന്ന് കമ്പനി, നമ്മളിവിടെ നമുക്കിപ്പോൾ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. കമ്പനി എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്
കം എന്ന് പറയുമ്പം വിത്ത് ഓർ ടുഗെദർ, പനീസ് മീൻസ് ബ്രെഡ്. അതായത് കുറച്ച് വ്യക്തികൾ, എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അസോസിയേറ്റഡ് ടുഗെദർ ഫോർ ദ കോമൺ എൻഡ്. കുറച്ച് വ്യക്തികൾ ചേർന്നിട്ട് ഒരു കോമൺ എൻഡ്, അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈതർ എന്താകാം, ഡൂയിങ് ബിസിനസ് ഓർ ട്രേഡ് ആൻഡ് മേക്ക് പ്രോഫിറ്റ് ആകാം, എക്കണോമിക് ആകാം, അല്ലെങ്കിൽ സോഷ്യൽ ആകാം, ചാരിറ്റബിൾ പർപ്പസ് ആകാം, എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ റിസർച്ച് ആകാം, അത്തരത്തിലുള്ള പർപ്പസുകളും ആകാം. ഓക്കെ, അപ്പം ഒന്നുകൂടെ നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 220 ഓഫ് കമ്പനീസ് ആക്ട് 2013, കമ്പനി മീൻസ് എ കമ്പനി. കമ്പനി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, 2 or more persons come together for a common end. That common end may be doing business and earn profit or social purpose ആകാം. And formed a company formed and registered. Formed and registered means is incorporated. Incorporated means a company officially come into existence ആണ്. Under this act എന്ന് പറയുമ്പോൾ, this act എന്ന് പറയുമ്പോൾ the act prevailing now, prevailing act is 2013, Companies Act 2013, or under any previous company law. Any previous company law എന്ന് പറയുമ്പോൾ the company law before 2013, 1956, 1884 or previous laws of Companies Act. ഓക്കെ, വൈ കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പാർട്ട് ഫ്രം പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്പറേറ്ററിനെക്കാളും കമ്പനിക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.